സ്വർണ്ണപ്പാളി തട്ടിപ്പ്, വന്യജീവി തെരുവുനായ ശല്യം, സാമ്പത്തിക തകർച്ച, കടക്കെണി, അഴിമതി ആരോപണങ്ങൾ, ആരോഗ്യ കാർഷിക മേഖലകളുടെ തകർച്ച, കെടുകാര്യസ്ഥത, വികസന മുരടിപ്പ് തുടങ്ങിയ അടിസ്ഥാന വിഷയങ്ങൾക്ക് മുകളിലാണോ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയുള്ള ലൈംഗികാരോപണങ്ങൾ? അല്ലെങ്കിൽ സർക്കാർ പറയേണ്ടത് മേൽപ്പറഞ്ഞ വിഷയങ്ങൾക്കുള്ള മറുപടികളോ ഭരണ നേട്ടങ്ങളോ ആണ്? സമൂഹ മാധ്യമങ്ങളിൽ ചിലതിന്റെ നിലവാരത്തിലേക്ക് മുഖ്യധാരാ മാധ്യമങ്ങളിൽ ചിലത് താഴുന്നത് ഖേദകരമാണ്. സോളാർ കേസ് മുതൽ കേരളത്തിൽ സജീവമായ അശ്ലീല രാഷ്ട്രീയത്തിനൊപ്പം ക്ഷയിക്കുന്നത് ആരായാലും ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും പിറക്കുന്ന ഒരു ജാരസന്തതിയായി സ്ത്രീ വിഷയം മാറിയിരിക്കുന്നു. അതിലും അരോചകമാണ് പീഡനാരോപണങ്ങൾ കഴുകിക്കളയാത്ത സ്വന്തക്കാരെ ഒക്കെ തിരുത്തിക്കൊണ്ടുള്ള സദാചാര പ്രസംഗങ്ങൾ. നമ്മുടെ തെരഞ്ഞെടുപ്പ് മുൻഗണനാ വിഷയങ്ങളെ ചുവന്ന തെരുവ് നാടകങ്ങൾ വഴിതെറ്റിക്കുകയാണോ? 2013 മുതൽ 9 വർഷം കേരള രാഷ്ട്രീയത്തെയും കോൺഗ്രസിനെയും മുൾമുനയിലാക്കിയ സോളാർ കേസ് രാഷ്ട്രീയ അപജയത്തിന്റെ കേരള സ്റ്റോറിയായിരുന്നു. തെരഞ്ഞെടുപ്പുകളുടെ അടിസ്ഥാന വിഷയങ്ങളെ അത് വിഴുങ്ങിക്കളഞ്ഞു. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും CPMന്റെ അധികാര ലബ്ധിക്ക് അത് സഹായിച്ചിട്ടുണ്ട്. കേരള പോലീസ്, ക്രൈംബ്രാഞ്ച്, CBI എന്നിവയുടെ അന്വേഷണങ്ങൾക്കൊടുവിൽ ഉമ്മൻചാണ്ടിക്ക് ക്ലീൻ ചീറ്റ് നൽകിയെങ്കിലും വൈകിപ്പോയി. പോലീസ് കസ്റ്റഡിയിലിരിക്കെ സോളാർ കേസ് പ്രതി ലൈംഗിക പീഡനം ആരോപിച്ച് എഴുതിയെന്ന് പറയപ്പെടുന്ന 25 പേജുള്ള കത്തിലെ അവസാന 4 പേജാണ് ഉമ്മൻചാണ്ടിക്കെതിരെ ഉപയോഗിച്ചത്. എന്നാൽ കത്തിന് 21 പേജേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ജില്ലാ ജയിൽ സൂപ്രണ്ട് വിശ്വനാഥക്കുറുപ്പ് കൊട്ടാരക്കര കോടതിയിൽ മൊഴി നൽകി. 4 പേജ് പിന്നീട് എഴുതി ചേർത്ത് ഉമ്മൻചാണ്ടി കുടുക്കുകയായിരുന്നു എന്ന ആരോപണത്തെ അത് ശരിവെച്ചിരിക്കുകയാണ്. പക്ഷെ ആ മനുഷ്യൻ നീതിമാനായിരുന്നെന്ന് ഇനി പറഞ്ഞിട്ടെന്ത് കാര്യം? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ കേരളത്തിൽ മറ്റൊരു പീഡന കേസ് സജീവമായിരിക്കുകയാണ്. ലൈംഗിക അരാജകത്വം ഏത് രാഷ്ട്രീയ നേതാവിൻ്റെതാണെങ്കിലും വെച്ചു പൊറുപ്പിക്കേണ്ടതില്ല. കോൺഗ്രസ് ആരോപണ വിധേയനെ പുറത്താക്കുകയും ചെയ്തു. കുറ്റാരോപിതനെ കോൺഗ്രസുകാർ പിന്തുണയ്ക്കരുതെന്ന് നേതൃത്വത്തിന്റെ പിന്തുണയില്ലെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം പറഞ്ഞു. പാർട്ടിയിലില്ലാത്ത തങ്ങൾ മാറ്റി നിർത്തിയ ആരെങ്കിലും ഒളിവിലുണ്ടെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് പോലീസാണെന്ന് K മുരളീധരനും പറഞ്ഞിരുന്നു. അഴുക്ക് പറ്റിയവരെ ചുമന്നാൽ ചുമക്കുന്നവരെ നാറുമെന്ന് അവർക്കറിയാം. അതേസമയം തങ്ങളുടെ എളിയിലിരിക്കുന്നവരുടെ ദുർഗന്ധം LDFന് അനുഭവപ്പെടുന്നേയില്ല. ആരോപണത്തിന്റെ പേരിൽ തങ്ങളുടെ MLA രാജിവെച്ചാൽ പിന്നീട് കോടതി കുറ്റവിമുക്തനാക്കിയെങ്കിൽ MLA സ്ഥാനം തിരിച്ചു കൊടുക്കാനാകുമോ എന്ന് ചോദിച്ച CPM ഒരു സങ്കോചവുമില്ലാതെ ഇപ്പോൾ കോൺഗ്രസിലെ ആരോപണ വിധേയൻ MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നു. നയതന്ത്ര ബാഗേജ് സ്വർണ്ണക്കടത്ത് കേസിലെ യുവതി നേതാക്കൾക്കെതിരെ ആരോപണം ഉന്നയിച്ചപ്പോഴും ഇടതുപക്ഷ ധാർമ്മികത പെട്ടിയിലായിരുന്നു. ചില കോടതി വിധികൾ കൂടി പരാമർശിക്കാതെ വയ്യ. വിവാഹിതരാകാതെ ഒരുമിച്ച് കഴിയുകയും പരസ്പര സമ്മതത്തോടെ പിരിയുകയും ചെയ്ത ശേഷം പുരുഷനെതിരെ ബലാത്സംഗ കുറ്റം ആരോപിക്കാനാകില്ലെന്ന് സുപ്രീം കോടതി ദിവസങ്ങൾക്ക് മുൻപ് ആവർത്തിച്ചു. ബലാത്സംഗ വകുപ്പുകളെ ദുരുപയോഗിക്കുന്നത് ഗുരുതര അനീതിയാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഉഭയസമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം ബലാത്സംഗ ആരോപണം ഉന്നയിക്കുന്ന കേസിൽ ജാഗ്രത വേണമെന്ന് കേരള ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പറഞ്ഞത് ഇക്കഴിഞ്ഞ ജൂലൈയിലാണ്. കുറ്റമുക്തനാക്കിയാലും ഇത്തരം കേസുകൾ ജീവിതത്തെ ആകെ ബാധിക്കുമെന്നും ജീവിതത്തിൽ ഒരിക്കലും ആ കറ കഴുകിക്കളയാനാകില്ലെന്നും കോടതി ചൂണ്ടിക്കാണിച്ചു. ഉഭയസമ്മതത്തോടെയുള്ള ശാരീരിക ബന്ധം ബലാത്സംഗമല്ലെന്നും പരസ്പര സമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട സ്ത്രീകൾ ബന്ധം തകരുമ്പോൾ ബലാത്സംഗ പരാതിയുമായി വരുന്നത് ദുഃഖകരമാണെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചത് 2024 നവംബറിലാണ്. അതായത് ഇപ്പോൾ കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന ആരോപണത്തിലും കേസെടുത്തിട്ടുണ്ട്. കുറ്റാരോപിതനെ ബന്ധപ്പെട്ട പാർട്ടി തള്ളിപ്പറയുകയും ചെയ്തു. അത് പീഡനമോ ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമോ എന്ന് കോടതി തീരുമാനിക്കട്ടെ. പാർട്ടി ഏതായാലും ഗൗരവമാർന്ന തെരഞ്ഞെടുപ്പ് വിഷയങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ലൈംഗിക ആരോപണ കേസുകൾ ഉപയോഗിക്കരുത്. അതിനെ ആശ്രയിക്കുന്നത് ഭരിക്കുന്നവരായാലും പ്രതിപക്ഷമായാലും രാഷ്ട്രീയത്തെ മലിനമാക്കുകയാണ്. വർഷങ്ങളായി വന്യജീവികളും തെരുവുനായകളും നരഹത്യ തുടരുകയാണ്. ഈ സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ 1.57 ലക്ഷം കോടിയായിരുന്ന പൊതുകടം ഇപ്പോൾ 5.5 ലക്ഷം കോടിയായി. അഴിമതി ആരോപണങ്ങൾ വീടും നാടും വിട്ട് ശബരിമല വരെ എത്തി. കർഷകരുടെ അവസ്ഥ ദയനീയമായി. നെല്ല് സംഭരണം വെള്ളത്തിലായി. പഞ്ചായത്തുകളെല്ലാം മയക്കുമരുന്ന് കേന്ദ്രങ്ങളായി. ആത്മവിശ്വാസമുണ്ടെങ്കിൽ സർക്കാർ ഈ വിഷയങ്ങളെ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വിശദീകരിക്കണം. ഇതൊന്നുമല്ല, ഒരു വ്യക്തിക്കെതിരെയുള്ള ലൈംഗിക ആരോപണമാണ് പ്രധാനമെന്ന നിലയിൽ പ്രതികരിക്കുമ്പോൾ മേൽപ്പറഞ്ഞത് ഉൾപ്പെടെയുള്ള ഭരണ കെടുകാര്യസ്ഥ ആരോപണങ്ങൾ ശരിയാണ് എന്ന പൊതുബോധം സൃഷ്ടിക്കപ്പെടും. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ആളുകളെക്കുറിച്ച് മറുപടി പറയാൻ നിൽക്കാതെ പ്രതിപക്ഷവും അതിന്റെ ഉത്തരവാദിത്തം നിറവേറ്റണം. എന്തായാലും ഈ രാഷ്ട്രീയ മാനഭംഗം അവസാനിപ്പിക്കാൻ സമയമായി.